ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസത്തെ എൻ്റെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മുറിക്കകത്ത് അടച്ചിട്ട് ഒതുങ്ങിയിരുന്ന ഒരു വ്ളോഗാണ്. പക്ഷേ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്ളോഗല്ല. നമ്മളിങ്ങനെ പുറത്ത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഈവനിങ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഗാർഡൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡൻ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ ആദ്യമേ കണ്ടിട്ടുണ്ടായിരിക്കും ആരാണ് ആ 2 അതിഥികളെന്ന്. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങളും അവരാരാണ്, ഏതാണ്, എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ നമുക്ക് വഴിയറിയാം. ഇതേ 2 പേരും കൂടെ ഓടി വരുന്നുണ്ട് ഗൈസ്. ഇതിലാരാണ് ഏതാണെന്നൊക്കെ ഞാനിപ്പോൾ പറയാം. 2 പേരും നല്ല സൗഹൃദത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പാബ്ലോ ഇവിടെ വാ. അപ്പം ഇത് ജർമ്മൻ ഷെപ്പേർഡ്, ഇവൻ്റെ പേരാണ് പാബ്ലോ. അപ്പം ഇവൻ ഏകദേശം 7 വയസ്സായിട്ടുണ്ട് ഇവന്. ഇവളുടെ പേരാണ് ലൂണ. അപ്പം ഇവൾക്ക് 7 മാസമേ ആയിട്ടുള്ളൂ. അവൻ 7 വയസ്സും ഇവൾക്ക് 7 മാസമേ ആയിട്ടുള്ളൂ. അപ്പം ഇവളെന്ന് പറയുന്നത് മഹാകുസൃതിക്കാരിയാണ്. നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്, ഡോറയുടെ പ്രയാണം പോലെ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നൊരു ടൈപ്പാണ്. എല്ലാ കാര്യങ്ങളും കടിച്ച് കീറുന്ന സ്വഭാവം ഇതിനുണ്ട്. ഇതിനെ എത്ര പഠിപ്പിച്ചിട്ട് ഇതിന് മനസ്സിലാവുന്നില്ല. പക്ഷെ പാബ്ലോ ഭയങ്കര മര്യാദ ഉള്ളൊരു കുട്ടിയാണ്. ഇവിടെ നിന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാമേ. ഇതാണ് എൻ്റെ ഈവനിങ്ങിലെ മെയിൻ പണി എന്ന് പറയുന്നത്. ഇവളിങ്ങനെ കിടന്നോടും, ഞാനും ഇവളുടെ പുറകെ ഇങ്ങനെ കിടന്നോടും. വിടത്തില്ല, ഞാൻ വിടത്തില്ല. ഇനിയിപ്പോൾ ഇത് കടിച്ചെടുത്തുകൊണ്ട് ഓടും. പൊക്കോ പൊക്കോ പൊക്കോ. പിന്നെ ഗൈസ് 2 പേർക്കും എന്നെ ഭയങ്കര കാര്യമായതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊക്കെ ചവിട്ടും അടിയും കടിയും ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇവർക്ക് 2 പേർക്കും ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ജർമ്മൻ ഇല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഗോൾഡൻ റിട്രീവറിനെയും കൂടെ വാങ്ങിയെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ 5th പഠിക്കുമ്പോഴാണ് പാബ്ലോ, അതായത് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങുന്നത്. ഞാൻ 5th ഇപ്പോൾ ഞാൻ 12th കഴിഞ്ഞു. അപ്പോൾ ഇവന് 7 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ലൂണേനെയും കൂടെ, അതായത് ഗോൾഡൻ റിട്രീവറിനെയും കൂടെ വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ചേട്ടൻ, എൻ്റെ എൽഡർ ബ്രദർ വാങ്ങിയതാണ്. അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് ആദ്യമൊന്നും ഇവിടെ ഉള്ളവർക്കൊന്നും അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. കാരണം 2 പേരെയൊന്നും നോക്കുന്ന പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാവർക്കും ഇതിനെ കാണാൻ നിൽക്കാതായപ്പോൾ ഇതിപ്പം പെർമനൻ്റായിട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ശല്യം വലിയ ശല്യമാണ് ഗൈസ്, ഭയങ്കര വലിയ ശല്യമാണ്. നോക്കാൻ തന്നെ ഒരു 2-3 ആൾക്കാരില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. ഞാൻ കാണിച്ചു തരാതെ. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുരുനരി ഒളിച്ചിരിപ്പുണ്ട്. കുരുനരി പുറത്ത് വരൂ, കുരുനരി പുറത്ത് വരൂ, കുരുനരി കാണുന്നുണ്ടോ? അതിൻ്റെ ഇടയിൽ കയറി ചെളിയിൽ കയറി ഉരുണ്ടിട്ടാണ് രാത്രി ഇറങ്ങി വരാറ്. ഇതാണ് റോഡ് സൈഡിലാണ് എൻ്റെ വീട്. എൻ്റെ വീടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ പണ്ട് കുറച്ചും കൂടെ നല്ല ഗാർഡൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ എല്ലാം കൂടെ മരമൊക്കെ വെട്ടിയിട്ടിട്ട് മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുകയാണ്. ഇത് എൻ്റെ വീട്ടിൽ പണ്ടേ ഉള്ളൊരു മരമാണ്. എന്തോ ഒരു ചെടിയാണ്, എന്തോ ഒരു പൂവാണ്. എന്നും പൂജാമുറിയിൽ വെക്കുന്ന കാണാം, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പേരെനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല ഗൈസ്. അപ്പം ഇത് 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഈ സൈഡിലും ഉണ്ട്, ഒന്ന് ഈ സൈഡിലും ഉണ്ട്. പിന്നെ ഇതെൻ്റെ മീമി എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മ. മീമിയാണ് ഇവിടെ മൊത്തം ഇങ്ങനെ ആക്കി എടുത്തത്. അത് ഞാൻ ഒരു ദിവസം മീമിനെ എന്തായാലും വ്ളോഗിൽ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. മീമിയാണ് ഇവിടുത്തെ ഗാർഡൻ ഫുൾ ഇതുപോലെ സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബോഗൻ വില്ല പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ വലിയൊരു ഭംഗി കാണത്തില്ല, കാരണം ബോഗൻ വില്ലയുടെ സീസൺ അല്ലാന്ന് തോന്നുന്നതാ. കണ്ടോ, 1-2 പൂക്കൾ മാത്രമാണ് നിൽക്കുന്നത്, വേറെ ഒന്നും നിൽക്കുന്നില്ല. അല്ലാണ്ട് ഇത് പൂത്ത് കിടക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഇത് നല്ലപോലെ വരുന്നൊരു ഡേ നല്ലപോലൊരു ഷോർട്സോ വീഡിയോ എന്തായാലും ഇടുന്നതാണ്. പിന്നെ ഇതിങ്ങനെ വളർന്ന് അകത്തൊരു ഗുഹ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ്. കണ്ടോ, ഒരുത്തി ഫുഡിന് വേണ്ടി ഇതാ നിൽപ്പുണ്ട്. ഈ 2 ഒരു മഹാരാജാവിൻ്റെയും മഹാറാണിയുടെയും വീടാണ് ഇതാ ഇവിടെ കെട്ടിയിരിക്കുന്നത്. എൻ്റെ നിഴലും കാണാം. ഓക്കെ, പിന്നെന്താ, ഇതാണ് അവരുടെ വീടിൻ്റെ എൻട്രൻസ്. അവരുടെ വീടിൻ്റെ എൻട്രൻസ് ആണിത്. അവരുടെ വീടിൻ്റെ എൻട്രൻസും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പൂവൊക്കെ നട്ട്
എല്ലാം വെച്ചിട്ടുണ്ട്. ഭയങ്കര സുഖനിദ്രയിലാണ് അവർ ഇതിനകത്ത് കയറുമ്പോൾ ഉറങ്ങുന്നത്. എന്താ ഗൈസ്, പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ പുല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കുന്നുണ്ട. പിന്നെ എന്താ ഗൈസ്, പിന്നെ ഇവിടെ അതേപോലെയാണ്. ആക്ച്വലി ഇപ്പോൾ ഒരു പൂവിൻ്റെ സീസൺ അല്ലായിരുന്നെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നേനെ കാണാനൊക്കെ ആയിട്ട്. വാ, ഇനി നമുക്ക് പാബ്ലോ മഹാരാജാവിനെ കാണാം. ഫുള്ള് നിങ്ങൾ ഇവളെയല്ലേ കണ്ടത്, ആ പാബ്ലോനെയും കൂടെ കാണിച്ചു തരാം. മാറ്. കണ്ടോ, ഇവള് ചെയ്തു വെച്ചിരിക്കുന്ന പണികളാണ് ഇത് ഫുള്ള്. നമ്മുടെ പാബ്ലോ മഹാരാജാവിനെ കാണാനാണെങ്കിൽ ചുമ്മാ ഇരിക്കണേ. പാബ്ലോ അവനെ തൊടുന്ന ഇവൾക്ക് ഇഷ്ടമല്ല. ഇവളെ മാത്രം എപ്പോഴും നമ്മൾ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കണം. അതാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നം. ഇതാണ് ഗൈസ് ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ഞാനൊന്നും കാണിച്ചു തരാത്ത. പ്രത്യേകിച്ച് ബാക്കിൽ ഒരു ചെടികളോ അങ്ങനെയൊന്നും നട്ടിട്ടില്ല. അതാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാത്തത്. പിന്നെ ഗൈസ് എന്താ, നിങ്ങളാരും ഞാൻ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ട് ആരും കമൻറ്റോ അങ്ങനെ ഒന്നും ഇടുന്നില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഞാൻ അതനുസരിച്ച് കുറേ വ്ളോഗൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ആരും കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം ഇടാത്തത്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് എനർജറ്റിക്കായിട്ട് വ്ളോഗ്സൊക്കെ എടുത്തിട്ട് ഞാൻ എന്തായാലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ജസ്റ്റ് ആസ്ക് മീ. എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് തുറന്നിട്ടിരിക്കുന്നത് ഗൈസ്. പിന്നെന്താ, പിന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, എൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ചയാണ് വരാൻ പോകുന്നത്. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് May 3 ആണേ. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഞാൻ ഇടുന്നതാണ്. പിന്നെന്താ, എൻ്റെ എക്സാം റിയാക്ഷൻ, അതായത് മൈ റിസൾട്ട് റിയാക്ഷൻ വ്ളോഗ് എന്തായാലും ഞാൻ ഇടും. അപ്പോൾ അതെല്ലാവരും കയറി കാണണം. എനിക്ക് അറിയത്തില്ല ഗൈസ്, ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നും എഴുതാത്ത പോലെ ആയിരുന്നു. ഞാൻ കൊമേഴ്സ് ആയതുകൊണ്ട് എനിക്ക് അക്കൗണ്ടൻസി എക്കണോമിക്സ് കണക്കായിരുന്നു ഗൈസ്. എനിക്ക് നല്ല പാടായിരുന്നു ആ 2 സബ്ജക്ട്സ്. ഞാൻ പല ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടില്ല. എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 70% അങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തെങ്കിലും ആവുന്ന പോലെ ആവട്ടെ. നമുക്ക് കിട്ടാനുള്ളതല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഇന്നലെ വരുമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ ഫോണൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു റിയാക്ഷൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും വന്നില്ല. അതുകൊണ്ട് ഇന്നല്ല അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ എന്തായാലും ആ വ്ളോഗും വരുന്നതാണ്. പിന്നെന്താ, കൈയൊക്കെ വേദന എടുക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണം ഗൈസ്. ഇന്നിവിടെ ചോറ്, മീൻ, എനിക്കിഷ്ടമല്ല ചോറും മീൻ കറിയൊക്കെ മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. സത്യമായിട്ട് എനിക്കിഷ്ടമല്ല. എൻ്റെ വൈബിനൊത്തതല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. കഴിക്കും, പക്ഷെ എനിക്കിപ്പോൾ മീനിൻ്റെ സ്മെല്ല് അധികം ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വലുതായിട്ട് കഴിക്കാനൊന്നും തോന്നത്തില്ല അത്. പിന്നെ ഗൈസ്, ഞാനന്ന് ആ ബ്രേസസ് ഇട്ട വ്ളോഗ് അത്യാവശ്യം നല്ല വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. താഴെ നാളെയാണ് ഇടാൻ പോകുന്നത് ഗൈസ്. നാളെ ഞാൻ ആ പെയിനോട് കൂടി ചിലപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കും. കാരണം നിങ്ങൾക്ക് എൻ്റെ ആ വേദന ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ആ വേദന കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റത്തില്ല. ആ ടൈമിൽ വേദനയെടുത്ത് ഞാൻ സഹിച്ചിരിക്കുന്ന ടൈമിൽ എനിക്ക് നല്ലപോലെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും അത് ചെയ്യാം. പിന്നെ ഞാൻ പോകുന്ന ബ്രേസസ് ഇട്ട ആ ഒരു ഹോസ്പിറ്റൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. എങ്കിൽ ഞാൻ ഇട്ട ബ്രേസസ് ഇട്ട ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലൂ സ്പ്രിങ്സ് ഡെൻ്റൽ ക്ലിനിക്. ഇവിടെയാണ് ഞാൻ ഇട്ടത്. പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? എനിക്കിങ്ങനെ കുറേ ചാലഞ്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എടുക്കുന്നതാണ്. ഞാനതൊക്കെ നല്ലപോലെ എടുത്ത് ഇടാം. നിങ്ങൾ ആരും ഒരു റെസ്പോണ്ടോ ഒന്നും ഇല്ല ഗൈസ്. നിങ്ങൾ റെസ്പോണ്ടൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇടാനൊക്കെ തോന്നുന്നത്. എന്ത് വേണോ കമൻറ്റ് ഇട്ടോ, ഞാൻ അതൊക്കെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ ചാലഞ്ച് വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കാം.
പിന്നെ ഇന്നൊരു ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി. ചുമ്മാ ഇവരുടെ കൂടെ 2 പേരുടെ അടുത്ത് ചുമ്മാ കളിക്കുക, ചുമ്മാ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറക്കി നോക്കി സൂര്യന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, കുറച്ച് കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിങ്ങനെ നിൽക്കുക. അകത്തിരിക്കാൻ വയ്യ ഗൈസ്, അമ്മാതിരി ചൂടാണ്. അപ്പോൾ ഇന്നൊരു ലൈവ്ലി വ്ളോഗായിരിക്കും അല്ലേ. കുറച്ച് ഇത്രയും നാൾ ഞാൻ അടച്ചിട്ട മുറിക്കകത്തിരിക്കുന്നേക്കാളും നൈസായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം പിന്നെ അത്രയേ ഉള്ളൂ ഗൈസ്. ജസ്റ്റ് ഒരു കുഞ്ഞ് വ്ളോഗ് അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കണ്ടൻറ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഈവനിങ് എങ്ങനെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ജസ്റ്റ് കാണിച്ചത്. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ.